ഡോക്ടർ ലവ്. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 12. പിറന്നാളോ? ആരുടെ? ചാരു സിസ്റ്ററിൻ്റെയോ? ശരിക്കും പറഞ്ഞാൽ അവനെ നിർബന്ധിച്ച് ആ കേക്ക് മുഴുവൻ കഴിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു ചാരു മനസ്സിൽ കരുതിയെഴുത്. പക്ഷേ അവന് തന്നോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ എന്തോ തിരിച്ചങ്ങനെ ചെയ്യാനാണ് അവൾക്ക് തോന്നിയത്. ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി ചുമരിൽ ചാരി നിന്നുകൊണ്ട് അവൾ ശ്വാസം വലിച്ചു വിട്ടു. ഒരു വെട്ടുപോത്ത്, ഇങ്ങനെയുണ്ടോ ഒരു സാധനം? അവൻ്റെ ക്യാബിൻ്റെ പുറത്തു നിന്നുകൊണ്ട് നല്ലോണം പുച്ഛിച്ചു വിട്ടു ചാരു. പെട്ടെന്നാണ് അകത്തുനിന്നൊരു കൈ നീണ്ടുവന്ന് അവളെ അകത്തേക്ക് വലിച്ചിട്ടത്. തൻ്റെ മുന്നിൽ നെഞ്ചിൽ കൈയും കെട്ടി നിൽക്കുന്ന അശ്വിനെ കണ്ടപ്പോൾ അതുവരെ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ഒരു നിമിഷം കൊണ്ട് ആവിയായി പോയി ചാരുവിന്. എങ്കിലും അവൻ്റെ മുന്നിൽ ഒട്ടുമേ തോറ്റു കൊടുക്കില്ല എന്ന മട്ടിൽ അവളും അതുപോലെ തന്നെ നെഞ്ചിൽ കൈയും കെട്ടി അശ്വിൻ്റെ മുന്നിൽ കയറി നിന്നു. എന്താ ഡോക്ടർ, എന്താ കാര്യം? നീ പുറത്തുനിന്ന് എന്ത് ചെയ്യുകയായിരുന്നു? ഞാനെന്ത് ചെയ്യാൻ? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലേ? പക്ഷെ ഞാൻ കണ്ടതാണല്ലോ. പതിയെ പതിയെ ചുവട് വെച്ച് അശ്വിൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. ഞാനൊന്നും ചെയ്തില്ല. വിക്കലോട് കൂടിയുള്ള അവളുടെ പറച്ചിലും മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ അശ്വിൻ അവളെ ഒന്ന് കളിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ചുവരിൽ ചേർന്ന് നിന്ന ചാരുവിൻ്റെ അടുത്ത് ചെന്ന് രണ്ട് കൈയും അവൾക്ക് ഇരുവശത്തുമായി കുത്തി നിന്നു. എന്താണ്, ഇപ്പോൾ പഴയ ശൗര്യമൊന്നുമില്ലല്ലോ. നാക്കിട്ടടിക്കുമ്പോൾ ഇതൊന്നും ആലോചിക്കാറേ ഇല്ലല്ലോ. അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ അശ്വിൻ ചോദിച്ചു. ആദ്യം ഒന്ന് പതറിയെങ്കിലും ചാരു ഇരു കൈയും നെഞ്ചിനും ഇതേ കെട്ടി അശ്വിനിൽ നോട്ടം ഉറപ്പിച്ചു. എന്താ ഡോക്ടർ ഉദ്ദേശം? ഒറ്റപ്പുരുകമുയർത്തി അവൾ ചോദിച്ചു. എന്തുദ്ദേശം? അല്ല, ഈ നിൽപ്പ് എന്താ ചാരു നന്ദിനി, പേടിച്ചു പോയോ? അവൻ പ്രത്യേക ഈണത്തിൽ ചോദിച്ചു. ഇല്ലല്ലോ. അവളും അതേ ടോണിൽ തിരിച്ചടിച്ചു. എന്നാൽ ഞാൻ ശരിക്കും പേടിപ്പിക്കട്ടെ? അവളിലേക്ക് ഒന്നുകൂടി ചായാൻ തുടങ്ങുമ്പോൾ ഇടുപ്പിൽ അവൾ തള്ളി നീക്കി അശ്വിനെ. ദേ, ഉടായിപ്പും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. ഡോക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല, ഇടിച്ച് പണ്ടം ഞാൻ കലക്കും. ഞാൻ ചെറുതിലെ കരാട്ടയും കളരിയും ഒക്കെ പഠിച്ചതാണ്. അശ്വിൻ ടേബിളിൽ ചാരി കൈയും കെട്ടി നിന്നു. ആഹാ, ഇത് പുതിയ അറിവാണല്ലോ. എന്നാൽ അതൊന്ന് കാണട്ടെ. പെട്ടെന്ന് ചാരുവിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഡോക്ടർ എന്താ ഈ കാണിക്കുന്നത്? വിടാനല്ലേ? അവളുടെ ധൈര്യമൊക്കെ ഒരു നിമിഷം കൊണ്ട് ആവിയായി പോയതുപോലെ. അച്ചോടാ, കുംഫുവും കരാട്ടയും പഠിച്ചവർ ഇങ്ങനെയാണോ? അതൊക്കെ എടുത്ത് പ്രയോഗിക്കണ്ടേ? അശ്വിനും വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും അശ്വിൻ്റെ ഫോൺ റിങ് ചെയ്തു. കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അവൻ്റെ ഇടത് കൈ അവളിൽ പിടിമുറുക്കിയിരുന്നു. ഒടുവിൽ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അവളുടെ നേർക്ക് തിരിഞ്ഞു. നിന്ന് പിടയ്ക്കാതെ മര്യാദയ്ക്ക് നിൽക്ക് ചാരു. ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോണില്ല. ഹാപ്പി ബർത്ത്ഡേ. അതുവരെ തുള്ളിക്കൊണ്ട് നിന്നവൾ അല്പം അയഞ്ഞു. സോറിഡോ, ഞാൻ രാവിലെ പെട്ടെന്ന് ടെൻഷനിൽ ദേഷ്യപ്പെട്ടതാണ്. ഇന്നത്തെ തൻ്റെ നല്ല ദിവസം സ്പോയിൽ ചെയ്യാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഐ എം റിയലി സോറി. വിശ്വസിക്കാൻ പറ്റിയില്ല. അശ്വിൻ അവളോട് കാര്യമായി സോറി പറയുകയാണ്. അവളെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാത്ത തലയാട്ടി നിന്നു. ഒടുവിൽ അല്പനേരം കൂടി അവിടെ നിന്നതിന് ശേഷമാണ് അവൾ തിരികെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴും അവൾക്ക് അല്പം മുൻപ് നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഏട്ടൻ്റെ ഏർപ്പാടിൽ കേക്ക് കട്ടിങ് നടത്തി. ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ ഏട്ടൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയായപ്പോൾ പിന്നെ എല്ലാത്തിനും നിന്നുകൊടുത്തു. 3 പേരുടെയും കുറച്ചധികം ഫോട്ടോസും എടുത്തു. അതെല്ലാം അപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു. ഫ്ലാറ്റിലിരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് പതിവ് പോലെ ബിയർ ബോട്ടിലുമായി നേരെ ടെറസിലേക്ക് പോയി. അവിടെ ഇരുന്ന് കുടിച്ചിരിക്കുമ്പോഴാണ് വിനോദിൻ്റെ കയ്യിലിരുന്ന ഫോണിലെ സ്റ്റാറ്റസിലേക്ക് അവൻ്റെ നോട്ടം നീങ്ങിയത്. ആഹാ, ഇത് കൊള്ളാമല്ലോ. അവൻ കയ്യിലിരുന്ന മൊബൈലിലെ ഫോട്ടോസൊക്കെ നോക്കി. ഇത് കണ്ടില്ലേ, ചാരുവിൻ്റെ പിറന്നാൾ സെലിബ്രേഷൻ. വിനോദ് ആ ഫോൺ അശ്വിൻ്റെ നേർക്ക് തിരിച്ചു പിടിച്ചു. അപ്പോൾ നിന്റെ കയ്യിൽ അവളുടെ ഫോൺ നമ്പറും ജാതകവും മുഴുവനും ഉണ്ടോ? മുഖം വീർപ്പിച്ചുകൊണ്ട് അശ്വിൻ ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്നറിയുന്നതിന് വേണ്ടി വിനോദ് ചൂഴ്ന്നു നോക്കി. അപ്പോഴേക്കും അശ്വിൻ മുഖം തിരിച്ചു പിടിച്ചു. ആസ്ഥാന കോഴിയുടെ കയ്യിൽ ഹോസ്പിറ്റലിലെ പെൺകുട്ടികളുടെ മുഴുവൻ നമ്പരും ഇല്ലെങ്കിലേ ഉള്ളൂ. അത്ഭുതം. ചോദിച്ച ഞാൻ ആരായി? അശ്വിന് ദേഷ്യമടക്കാൻ വയ്യ. അയ്യോ, മോൻ അത്രയും വലിയ നന്മമരമാകല്ലേ. വിനോദ് അശ്വിൻ്റെ നേർക്ക് തിരിഞ്ഞു. എന്താടാ നിനക്ക് കുഴപ്പം? നീ എന്തിനായി കളിയാക്കുന്നത്? എനിക്കെന്തു കുഴപ്പം?
നിന്റെ പിന്നാലെ ഗായത്രി നടന്നതല്ലേ? ഒറ്റയടിക്ക് നീ അവളെ പെങ്ങളാക്കിയതിന് ഞാൻ എന്ത് ചെയ്തു? അല്ലെങ്കിലും എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല. ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യമുണ്ട്, ഇട്ടുമുടാൻ പണവുമുണ്ട്. പക്ഷേ എന്നാലും അവനെ കണ്ണിൽ ആരും പിടിക്കില്ല. അത്രയും ആയപ്പോഴേക്കും വിനോദിൻ്റെ നാവ് കുഴഞ്ഞ് അവൻ ഓഫായി. അശ്വിൻ പെട്ടെന്ന് അവൻ്റെ ഫോൺ കയ്യിലാക്കി സ്റ്റാറ്റസ് സേവ് ചെയ്തു. അത് വാട്സാപ്പ് വഴി തൻ്റെ ഫോണിലേക്ക് അയച്ചു. ഫോട്ടോ എല്ലാം അശ്വിൻ ചെയ്ത് കഴിഞ്ഞത് പിന്നെ ഡിലീറ്റ് ചെയ്തു. വിനോദിനെയും എടുത്തുകൊണ്ട് അശ്വിൻ നേരെ ഫ്ലാറ്റിലേക്ക് വന്നു. പുല്ലന് മുടിഞ്ഞ വെയിറ്റാണ്, എൻ്റെ നടുവൊടിഞ്ഞു. നടുവൊന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അശ്വിൻ പറഞ്ഞു. വിനോദിനെ കിടത്തിയിട്ട് അവൻ്റെ തൊട്ടടുത്തായി അശ്വിനും കിടന്നു. മൊബൈലിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് നോക്കി. അതിൽ സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യുന്ന ചാരുവിൻ്റെ ചിത്രങ്ങളും അമ്മയെയും അരുണിനെയും കണ്ടപ്പോൾ അവളുടെ മുഖത്തെ അതേ പുഞ്ചിരിയും അശ്വിൻ്റെ ചുണ്ടിലും സ്ഥാനം പിടിച്ചു. എത്രയോ വട്ടം മാറി മാറി ആ ഫോട്ടോകൾ നോക്കിയെന്ന് അവന് തന്നെ അറിയില്ല. ഫോട്ടോയിൽ നോക്കി കിടന്നതുകൊണ്ട് എപ്പോഴാണ് ഉറങ്ങിയതെന്നും നിശ്ചയമില്ലാത്ത അവസ്ഥയായി. തലേ ദിവസം പിറന്നാളും അമ്പലത്തിൽ പോക്കുമൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയപ്പോഴുള്ള അവസ്ഥ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ചാരു ലേറ്റാകാതെ നേരത്തെ ഇറങ്ങി. അന്ന് പതിവിലും കൂടുതൽ തിരക്കുള്ള ദിവസമായിരുന്നു. കാഷ്വാലിറ്റിയിലേറെ കുറേ ഫുള്ളും. അശ്വിൻ ഡോക്ടറുടെ OP ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം ചാരുവിന് ദീപാ മേഡത്തിൻ്റെ കൂടെയാണ് ഡ്യൂട്ടി ഇട്ടിരുന്നത്. അശ്വിനും വിനോദും കൂടി എന്തോ അത്യാവശ്യവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണെന്ന് രാജി സിസ്റ്ററിൽ നിന്നും അറിഞ്ഞു. കാഷ്വാലിറ്റിയിലെ തിക്കും തിരക്കും കൂടുതലായപ്പോൾ ചാരുവിനെയും കീർത്തിയെയും രാജി സിസ്റ്റർ അവിടേക്ക് വിട്ടു. അല്പം റഷാണ്, നിങ്ങൾക്ക് ആകുമ്പോൾ അല്പം സ്പീഡും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം കാഷ്വാലിറ്റിയിൽ നിങ്ങൾ രണ്ടുപേരും നിന്നാലേ പറ്റൂ. മനസ്സിൽ വന്ന തെറിയൊക്കെ കാര്യമായി പറയുകയാണ് കീർത്തി. എന്നാൽ ചാരു ഒന്നും മിണ്ടാതെ ധൃതി പിടിച്ച് ലിഫ്റ്റിനടുത്തേക്ക് നീങ്ങി. ആരെന്തു പറഞ്ഞാലും മറുപടി പറയാതെ അടിമയെപ്പോലെ ജോലി ചെയ്യാൻ നിന്നെ കൊണ്ടാകുന്നത്. എല്ലാവർക്കും നിന്നെ എളുപ്പം. നിന്റെ കൂടെ കൂട്ടുകൂടി ഇപ്പോൾ എൻ്റെ കാര്യവും കഷ്ടത്തിലായി. ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ഓടുന്നതിനോടൊപ്പം തന്നെ കീർത്തി വിളിച്ചു പറയുന്നുണ്ട്. ചാരു ലിഫ്റ്റിനുള്ളിൽ കയറി നിന്ന് കീർത്തിയെ കൂർപ്പിച്ച് നോക്കി. ആ സ്മിതയ്ക്കൊന്നും നമ്മുടെ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ പെണ്ണെ നമ്മളെ തന്നെ വിടുന്നത്. അപ്പോൾ നീ ഇങ്ങനെ പിണങ്ങാൻ നിന്നാലോ? കീർത്തിയുടെ കവിളിൽ പിച്ചിക്കൊണ്ട് ചാരു പറഞ്ഞു. കാഷ്വാലിറ്റി എത്തുമ്പോൾ അവിടെ ആകെ ആളും ബഹളവുമായിരുന്നു. ഒരുവിധം തിക്കി തിരക്കിയാണ് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറിപ്പോയത്. നഴ്സുമാരെ കണ്ടിട്ട് പോലും ആൾക്കാർ മാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കീർത്തിക്ക് അല്പം ദേഷ്യം തോന്നി. കീർത്തി മുന്നിൽ ചെന്ന് കയറുമ്പോൾ ആരോ ഒരാൾ അവളെ പിടിച്ച് ശക്തമായി പിന്നിലേക്ക് തള്ളി. പ്രതീക്ഷിക്കാതെയുള്ള തള്ളിൽ അവൾ പിന്നിലേക്ക് വേച്ചു വീണുപോയി. എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏകദേശം 6 അടിയോളം പൊക്കമുള്ള ആജാനുബാഹുവായ ഒരാൾ. കണ്ടാൽ തന്നെ അറിയാം അയാൾ ആവശ്യത്തിലധികം മദ്യപിച്ചിട്ടുണ്ട്. കാക്കി ഷർട്ടാണ് വേഷം. അതിൽ നിന്നും ഡ്രൈവറാണെന്ന് മനസ്സിലായി. ചാരു ഓടി വന്ന് നിലത്ത് വീണ് കിടക്കുന്നവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഡ്രൈവറിൻ്റെ നേർക്ക് തിരിഞ്ഞു. താൻ എന്ത് വൃത്തികേടാടോ കാണിച്ചത്? നഴ്സിൻ്റെ മേലെ കൈ വയ്ക്കുമോ? അയാളുടെ നെഞ്ചോളം പൊക്കം മാത്രം ചാരുവിനുള്ളൂ. എങ്കിലും അയാളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഭാഗത്ത് ചുറ്റിപ്പിടിച്ച് അവൾ ചോദിച്ചു. നീ ആരാടി പുല്ലേ എന്നോട് ചോദിക്കാൻ? കുറച്ച് നേരമായി ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോയതല്ലാതെ അതിൻ്റെ വിവരമൊന്നും പറയാനില്ല. നിന്നെപ്പോലെയുള്ള കുറേ എണ്ണം അകത്തോട്ടും പുറത്തോട്ടും ഇറങ്ങി പോകുന്നതല്ലാതെ ഒറ്റ എണ്ണം പോലും കാര്യം ചോദിച്ചാൽ മറുപടി പറയില്ല. അതിനിടയിലൂടെയാണ് അവളുമാരും കൂടി തള്ളിക്കയറാൻ നോക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വലിച്ചെറിയും എല്ലാത്തിനെയും. അയാളുടെ നാവ് ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു പോകുന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഹോസ്പിറ്റലാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ആകുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയും. അല്ലാതെ ഇവിടെ വന്ന് ഷോ കാണിക്കുകയല്ല വേണ്ടത്. അവളും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അയാളോടൊപ്പം നിന്നു. അപ്പോഴാണ് അകത്തു നിന്നും ഒരു നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. നിങ്ങളുടെ ഭാര്യയുടെ തലയിൽ 5 പൊട്ടലുണ്ട്, സ്റ്റിച്ചിട്ടിട്ടുണ്ട്, പേഷ്യൻ്റ് മയക്കത്തിലാണ്. കുറച്ച് കഴിഞ്ഞ് ഒരു സ്കാനും കൂടി എടുക്കണം, അതിനുശേഷം വീട്ടിൽ പോകാം. അപ്പോഴാണ് അയാളുടെ പിന്നിൽ നിന്നും കരഞ്ഞുകൊണ്ട് നിന്ന സ്ത്രീ മുന്നിലേക്ക് വന്നത്. ഈ മഹാഭാവി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നതാണ് സിസ്റ്ററെ. കറിയിൽ ഉപ്പോ മറ്റോ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയ ചിരവയെടുത്ത് അടിച്ചതാണ് എൻ്റെ കുഞ്ഞിനെ. അവർ മൂക്കും പിഴിഞ്ഞ് ചീറ്റലും ബഹളവുമായി. എന്നിട്ടാണോടോ താൻ ഇവിടെ വന്ന് നിന്ന് ഈ ഷോ മുഴുവൻ കാണിച്ചത്? പോലീസിനെ വിളിക്കും സിസ്റ്റർ, കയ്യോടെ തന്നെ ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. ചാരു അയാളുടെ മുന്നിൽ നിന്നും ഉറഞ്ഞു തുള്ളി. അപ്പോഴേക്കും അയാൾ ചാരുവിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നീ ആരാടി എന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ? പറഞ്ഞുകൊണ്ട് ചാരുവിനെയും
അയാൾ ഇടം കൈകൊണ്ട് തട്ടി എറിഞ്ഞു. അവൾ വന്ന് വീണത് സ്ട്രെച്ചറിൻ്റെ പുറത്തുകൂടിയായിരുന്നു. നെറ്റി ചെന്നിടിച്ച് ബോധം മറിഞ്ഞ് ചാരു നിലത്തേക്ക് വീണു. ചാരു! കീർത്തി നിലവിളിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ നെറ്റിയിൽ നിന്നും ചോര വാർന്നു. കൂടെ നിൽക്കുന്നവരും സിസ്റ്റർമാരും എല്ലാം ഓടി അവളുടെ അടുത്തെത്തി. ഇനിയും അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ അയാൾ ആളുകളെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ഓടുമ്പോഴാണ് എതിരെ വരുന്ന അശ്വിനുമായി കൂട്ടിയിടിക്കുന്നത്. എന്നാൽ മൊത്തത്തിലുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികത തോന്നിയ അശ്വിൻ അവനെ കോളറോട് ചേർത്ത് പിടിച്ചു നിർത്തി. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സ്റ്റോറി ഇഷ്ടമായാൽ ഫോളോ ചെയ്ത് കൂടണേ. ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.